ഇപ്പൊ വരാൻ പോകുന്ന പാട്ടുണ്ടല്ലോ, ഇത് വിളിക്കാനായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ അല്ല, പാട്ട് പാടുന്ന ആളെ വിളിക്കാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ അതിന്റെ കാരണം ആ പാട്ടാണ് കേട്ടോ. ആ പാട്ട് ഏതാന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആവും. പക്ഷെ ഞാൻ പറയുന്നില്ല, നമുക്ക് വിളിച്ചിട്ട് ചോദിച്ചോക്കാം. മധുവങ്ങളുടെ അടുത്തൊരാളാ വരാൻ പോകുന്നത്, നമ്മുടെ സാംസങ് സോണി. യെസ്, വെൽക്കം സാം കുട്ടൻ ഓൺ സ്റ്റേജ്. ഹായ് സാംസങ് സോണി. ഹായ്. മുടി കുറച്ചൊന്ന് വളർന്നു അല്ലേ? അതെ അതെ അതെ. ആ പാട്ടൊന്ന് പറഞ്ഞു കൊടുത്ത്, ഏത് പാട്ടാ പാടുന്നേന്ന്? ഉണ്ണിസാറിന്റെ മഴനീർ തുള്ളികൾ. ഉണ്ണിച്ചേട്ടാ, ഇതെങ്ങനെ റെക്കോർഡ് ചെയ്തു? എവിടെ റെക്കോർഡ് ചെയ്തു? ഇത് റെക്കോർഡ് ചെയ്തത് നമ്മുടെ 12B എന്താണ് പറഞ്ഞിട്ടൊരു സ്റ്റുഡിയോ അല്ലേ? 20 dB. യെസ്, ചെന്നൈ സാലിഗ്രാം. അതെ അതെ, 2011 റെക്കോർഡ് ചെയ്താണ്. രതീഷ് ബേഗയുടെ സംഗീത സംവിധാനത്തില്, അനൂപ് മേനൻ. ആൻഡ് ഈ പാട്ട് നമ്മൾ വിചാരിച്ചതിലും വലിയൊരു ഹിറ്റായി. ഫിലിം റിലീസിന്റെ ഒരു മാസം മുമ്പത്തെ UK പോയ സമയത്ത് ആണ് ഇത് ഭയങ്കര ഹിറ്റായി എന്ന് അറിയുന്നതും സിനിമ അതിലേറെ വലിയൊരു ഹിറ്റാണെന്നൊക്കെ അറിഞ്ഞത്. അപ്പൊ അവിടുന്ന് ഞാൻ അനൂപിനെ വിളിച്ചു. അപ്പോൾ അനൂപ് പറഞ്ഞു ഭയങ്കര സൂപ്പർ ഹിറ്റാണ് പാട്ടും സിനിമയും. അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. ഒരു സംഭവം എന്ന് വെച്ചാൽ ഉണ്ണിച്ചേട്ടൻ ഇത്രയും എന്താണ് ജെന്റിലാണ് അല്ലെ, സൗമ്യനല്ലേ? പക്ഷെ സിനിമയിൽ ഒരു വില്ലനാണ്. അതെങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? അതിലേക്ക് VKP വിളിച്ചാൽ VKP വളരെ ക്ലോസ് ആണ് ഞാൻ. അപ്പം ഇങ്ങനെ റോൾ ഉണ്ട്, ചെയ്യുന്നോ എന്നൊക്കെ ചോദിച്ചു. വേമന് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. ഒരു ദിവസത്തെ ഷൂട്ടേ ഉള്ളൂ. ഒറ്റ ദിവസം ഇവിടെ കൊച്ചിയിലായിരുന്നു ഷൂട്ട് ചെയ്ത്. അങ്ങനെ ഞാൻ തന്നെ അറിയാണ്ട് ഞാനൊരു വില്ലനായി. ഞാൻ പോലും അറിയാതെ. ഈ പാട്ടിങ്ങനെ തണുവായി അല്ലേ? അതെ, തണുവായി പെയ്യണം. അപ്പൊ സഭാഷാക്കണം കേട്ടോ.
മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും. ഗുഡ് മോനെ, ഗുഡ് ഗുഡ് ഗുഡ്. നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു, നന്ദിയാരോടു ഞാൻ ചൊല്ലേണ്ടു. ഭൂമിയിൽ വന്ന അല്ലല്ല. അതില്ലേ ഈ പാട്ട് ഒറിജിനലായി പാടിയ ഉണ്ണിയേട്ടനോടോ അതോ ഞാൻ ഇങ്ങനെ അതോ അന്തം ഇപ്പോൾ വിട്ടിരിക്കാം. പാടിയ സാംസങ് സോണിയോടോ അതോ സംഗീതം ചെയ്ത രതീഷ് വേഗയോടോ അതോ എഴുതിയ അനൂപ് മേനോനോടോ നന്ദിയാരോടു ഞാൻ ഞാൻ ചൊല്ലേണ്ടു. ഞാനിങ്ങനെ അന്തം വിട്ടിരിക്കാം. എന്താ നന്ദി? ഹാപ്പി അല്ലേ? അല്ല, ആരോടായി നന്ദി? ഇതുപോലുള്ള പാട്ടുകൾക്ക് നമുക്ക് നന്ദി പറയണം അല്ലേ? തീർച്ചയായിട്ടും അല്ലേ? ഇത് ഒരു മിനിമലിസം ആണ്. ഓർക്കസ്ട്രേഷൻ മിനിമലാണ്, പക്ഷെ ഈ പാട്ട് നമ്മുടെ ഇറ്റ് സ്റ്റേസ്. അതാണ് ഇറ്റ് സ്റ്റേസ്. അതെ അതെ അതുപോലെ നമ്മൾ പാടുമ്പോഴും ഇറ്റ് ഷുഡ് സ്റ്റേ. അതെ അതാണല്ലോ അതിന്റെ പ്രത്യേകത. അതെ അതെ. അപ്പൊ വൈ ഡസ് ദിസ് സ്റ്റേ? അതിന്റെ ഒരു വലിയൊരു എലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രെഡിബിൾ സിംഗിങ് ബൈ അവർ ഓൺ ഉണ്ണി മേനോൻ ചേട്ടൻ. യെസ് യെസ് യെസ്. ഇത് പാടിയിട്ട് 15 വർഷമായി. അയ്യോ. 15 വർഷം, 2011. 15 വർഷങ്ങളൊക്കെ പോയത് അറിയാതെ അതെ അതെ അതെ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഉണ്ണിച്ചേട്ടന്റെ ശബ്ദം എന്നുള്ളത് നമ്മളെ എല്ലാ കാലങ്ങളിലും നമ്മളെ തഴുകുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ ജീവിതത്തിന്റെ ഒരു എലിമെന്റ് ആണ് ഉണ്ണിച്ചേട്ടന്റെ ശബ്ദം എന്ന് പറയുന്നത്. ആ ശബ്ദത്തിന്റെ എന്താണ് പുതുവഴികൾ നമുക്ക് മറ്റ് ശബ്ദങ്ങളിൽ നിന്നും കേൾക്കുന്നതെന്നും എന്തോ നമ്മളിങ്ങനെ തഴുകി തലോടുന്ന പോലെയുള്ള ഒരു തൂവൽ സ്പർശം. തൂവൽ സ്പർശം. യെസ്, അത് ഉണ്ണിച്ചേട്ടന്റെ വോയിസിലും റെൻഡിഷനിലും എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പാട്ട് 15 വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും അന്ന് പാടിയതിന് ഇന്ന് നന്ദി പറയുന്നു. താങ്ക് യു. അതുകൊണ്ടാണ് നന്ദി ആരോട് ഞാൻ ചൊല്ലേ. താങ്ക് യു ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. സാംസങ് സോണി ഇന്ന് നല്ലൊരു പരിശ്രമമുണ്ട്, നന്നായിട്ട് പാടാനായിട്ടുള്ള ശ്രമമുണ്ട്. ആ. പക്ഷെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലയം വേണം. ലയം ആ. അത് ശ്രുതിയുമായി ലയിക്കണം. ആ. പിന്നെ ചില എക്സ്പ്രഷൻസുമായിട്ട് ലയിക്കണം. ഇപ്പൊ ആ. കാതരെ നിൻ ചുണ്ടിലെ സന്ധിയിൽ അലിഞ്ഞിടാം എന്നല്ല, അതെ. അത് കുറച്ചും കൂടെ ലയിച്ച് പാടാമോ? ഓക്കെ. അത് കുറച്ചുകൂടെ കാതരെ. അതെ, അതെ. അതിങ്ങനെ വരണം. ആ. അതിന്റെ ഉള്ളിന്ന് ഇങ്ങനെ ഇവോൾവ് ചെയ്യണം. കമോൺ. അവിടെ ശ്രുതി ഓൺ ദ ഡോട്ട് ആയിരിക്കണം. അതെ. പിന്നെ അത് നീട്ടുന്ന ആ ലയം കറക്റ്റ് ആയിരിക്കണം അതെ. അല്ലേ? ആ. പിന്നെ വിരിയും ചന്ദ്രലേക്ക് ഏതോ ആ. അവിടെ ശബ്ദം ഒന്ന് ചെറുതായിട്ട് ഇടറിയിട്ടുണ്ട്. അത് ആ. കുഴപ്പമില്ല, ഓ. പക്ഷെ ഒന്ന് കൃത്യമായിട്ട് പാടി കേൾപ്പിക്കാം. അത് അവന് കുറച്ച് ഹൈ ആയിരുന്നു. ആ. ഹൈ ആണ്. Yes. കറക്റ്റ് ആയി പോ. യെസ് യെസ് യെസ്. ബെറ്റർ. അടുത്തത് കാത്തു നിന്നോർത്തു ഞാൻ തരരാരാരാരേ, തരരാരാരതാ. ഇല്ലേ? അതില് കുറച്ച് റിതമിക് ഒരു എലിമെന്റ് കൂടെ നല്ലതാണ്. ചേട്ടൻ പാടിയാൽ അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. അതിൽ മെലഡി ഉണ്ട്. മഴനീർത്തുള്ളികൾ നീ തരര. ഈ ഒരു ഫീലും കൂടെ അതിനകത്ത് കിട്ടിയാൽ നന്നായിരിക്കും. മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ ആ, തണുവായി പെയ്തിടും കനവായി തോർന്നിടും. അതാണ്, അത് വേണം. അതുപോലെ സാരംഗിയിൽ അത് ലാസ്റ്റ് പല്ലവി വന്നപ്പോഴത്തേക്കും അസാ ചേർന്നില്ല. ഉം. ഞാൻ നേരത്തെ നമ്മുടെ സാരംകൂട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ആ ഈ സാരംഗി എന്ന് പറയുന്ന ആ ഒരു പേര് എങ്ങനെ വന്നിട്ടുണ്ടെന്ന്. ആ അത് സൗ രംഗിയിൽ നിന്നാണ് വന്നത്. അതെ അതെ. സൗ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹിന്ദിയില് 100. ആ അപ്പൊ 100 നിറങ്ങളാണ് അതിന്റെ സംഗീതത്തിന്, ആ ഒരു ടോണിന്, അതിന്റെ എക്സ്പ്രഷൻസിന്. മനസ്സിലായില്ലേ? മനസ്സിലായി. അതാണ് ആ ശബ്ദം, സാരംഗിയുടെ ശബ്ദം വരുമ്പോൾ ഒരു 100 നിറങ്ങൾ വരുന്നു. ഈ നമ്മുടെ ഹ്യൂമൻ വോയിസുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, അടുത്ത് നിൽക്കുന്ന ഇൻസ്ട്രുമെന്റ് ആയതുകൊണ്ടാണ്. അതെ. അതുപോലെ നിന്റെ ശബ്ദത്തിനും ഒരുപാട് നിറങ്ങളുണ്ട്. ആ നിറങ്ങൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവന്ന് ഓരോ പെർഫോമൻസും ഏറ്റവും ബ്രില്യൻ്റ് ആക്കണം. ഓക്കെ. ഉണ്ണിച്ചേട്ടാ, വൺസ് അഗൈൻ താങ്ക്സ് ഫോർ ദിസ് സോങ്. താങ്ക് യു വെരി മച്ച്. എന്റെയും താങ്ക്സ്. നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു.
താങ്ക് യു. എനിക്കും അതാണ് പറയാനുള്ളത്. വോയിസിന് കുറച്ച് സ്ട്രെയിൻ ഉണ്ട്. ആ. ശബ്ദം ചേഞ്ച് ആയി തുടങ്ങി. ആ. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ. അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് മടി ഉണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞപ്പോൾ ഇല്ല അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ ചരണം സ്റ്റാർട്ട് ചെയ്തപ്പോഴേ തൂമഞ്ഞിലേന്ന് തുടങ്ങിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് ബോൾഡായിട്ട് തുടങ്ങായിരുന്നു. അതൊരു സംശയം പോലെ സ്റ്റാർട്ട് ചെയ്ത പോലെ തോന്നി ബീജി കഴിഞ്ഞിട്ട്. പിന്നെ ലാസ്റ്റ് പല്ലവിയിലാണ് കുറച്ച് കൂടുതൽ പ്രശ്നം തോന്നിയത്. അത് തനുനീർമുത്തുകൾ ചേർന്നില്ല. പിന്നെ സാരംഗീൽ അത് എംജങ്ങൾ പറഞ്ഞു. പിന്നെ വെരി ബിഗിനിങ് മഴനീർത്തുള്ളികൾ അത് തുടങ്ങുന്നതിന് മുമ്പ് മഴനീർ എന്ന് പാടി. ഞാൻ എഴുതിയിട്ടുണ്ട് മഴ നീർന്ന്. അതെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? അതിന്റെ ഭംഗി പോകും. സ്റ്റുഡിയോയിൽ പോയിട്ട് ഇങ്ങനെ പാടാൻ പറയുമ്പോൾ മ്യൂസിക് ഡയറക്ടർ പറയുമ്പോൾ അങ്ങനെ പാടിക്കഴിഞ്ഞാൽ സമ്മതിക്കോ? മഴനീർ എന്ന് ഡയറക്റ്റ് ആയിട്ട് തുടങ്ങണം. മഴനീർ ഇപ്പോഴും വന്നു. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. സ്ട്രൈറ്റ് നോട്ട്. അതെ, ഇതൊക്കെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ബാക്കി ചില ഭാഗങ്ങളൊക്കെ നല്ല രസമായിട്ട് പാടി, ചില ലൈൻസ് ഒക്കെ നന്നായിരുന്നു. അപ്പോ ഇതെല്ലാം അതുപോലെ മനോഹരമാക്കാൻ ശ്രമിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സാം കുട്ടാ, എന്തോ കുറെ കാലമായി കണ്ടിട്ട്. അതെ അതെ, ശരിക്ക് സാമിന്റെ പല പാട്ടുകളും ഇവിടെ പാടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഈ പാട്ട് ശരിക്കും പഠിച്ചിട്ടുണ്ട് മോൻ. ട്യൂണൊക്കെ കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ട്യൂണിനൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷെ എനിക്ക് തോന്നിയത് വോയിസിന്റെ ഒരു മാറുന്ന ശബ്ദത്തിന്റെ ഒരു പ്രശ്നങ്ങളായിരിക്കും അല്ലേ? ഏതെങ്കിലും ഒരു നോട്ട് ടച്ച് ചെയ്യാൻ റിഹേഴ്സൽ സമയത്തൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ ആ പാട്ട് അവോയ്ഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ സാം സാധാരണ ഭംഗിയായിട്ട് പാടുന്നതാണ്. ചില ചില പ്രശ്നങ്ങൾ വന്നു. അതെനിക്ക് നാച്ചുറലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് സാം നല്ലൊരു പാട്ടുകാരനല്ല എന്നല്ല അർത്ഥം. അതിനെപ്പറ്റി ഒന്നും ബോധർ ചെയ്യണ്ടെന്ന് അർത്ഥം. അടുത്ത പാട്ടിൽ നമുക്ക് ഗംഭീരമാക്കാം. മോൻ നല്ല അറ്റംപ്റ്റ്. ആ അറ്റംപ്റ്റിന് ഗ്രേറ്റ് അപ്രീസിയേഷൻ ഫോർ യു. ബട്ട് നെക്സ്റ്റ് ടൈം സെലക്ട് ദ സോങ് സ്മാർട്ട്ലി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് വിഷസ്. പിന്നെ സുബിൻ, ശശിയാണ്. അതെ അതെ അതെ, രണ്ടുപേരും കലക്കിയത്. പൂവിന്റെ വിളയാടി. അതെ അതെ. പ്രത്യേകിച്ചും ഇതിനൊരു ഗിറ്റാർ ഓറിയന്റേഷൻ ഉണ്ട് പാട്ടിന്. അപ്പൊ അതങ്ങനെ നല്ല സൗണ്ടിങ് അല്ലെങ്കിൽ ആ പ്രതലം ശരിയല്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. അതെ, അപ്പൊ ദാറ്റ് വാസ് ഗുഡ്. ആ മൂഡ് ക്രിയേറ്റ് ചെയ്തു. അതെ 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 അതെ. യെസ്. സാം കുട്ടന് ഇന്ന് 96 മാർക്ക്. അപ്പൊ സാം കുട്ട ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത തവണ തകർക്കാം. ഓക്കെ, ബൈ ബൈ. അമിട്ടിനല്ലേ വിളിക്കാൻ പോണേ? അതെ, നമ്മൾ കൊറേ സംസാരിക്കാൻ പോവാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഈ എപ്പിസോഡ് മൊത്തം ഇതായിരിക്കും. അതെ, ഒരു ഫുൾ എപ്പിസോഡ് ഒറ്റ പെർഫോമൻസ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. രസക്കുട്ടി എത്തുന്നു. വെൽക്കം. ഹായ്, ഹൗ ആർ യു? ഓക്കേ. ഹലോ മീനോട്ടി ചേച്ചി. ഹലോ ചക്കരേ, സുഖാണോ? ചേച്ചിയുടെ എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ? കഴിഞ്ഞടാ. നല്ലായിരുന്നാ? സൂപ്പർ ആയിരുന്നു. എന്റെ എക്സാം ഇന്നലെ കഴിഞ്ഞു. അനുഗ്രഹിച്ചു വിട്ടിട്ടുണ്ട്. ഓ, വല്ലാണ്ടൊക്കെ അനുഗ്രഹിച്ച. ഞാൻ ഒരു പേടി എനിക്കുള്ളൂ. ഞാനും അനുഗ്രഹിച്ചിട്ടുണ്ട്. ഉണ്ട്, ആ രണ്ടുപേര് ഇതിപ്പോ ആരാ വന്നിരിക്കുന്ന മനസ്സിലായോ? ഇത് ടെസ രാജകുമാരി. ടെസ അല്ല, ഇത് ഖദീജ ബീബിയാണ്. ഖദീജ. അത് ഞാൻ പറയാനിരിക്കുവായിരുന്നു. പിന്നെ പറയാതെ? നേരത്തെ റാപ്പ് മൂസലായിരുന്നോ? നീപ്പം ഖദീജ. നല്ലായിരുന്നു എക്സാം. ഇന്നലെ കച്ചേരി, ഇന്ന് ഹിന്ദി എക്സാം, ഇന്നലെ മാത്സ്, ഇന്നലെ ഇംഗ്ലീഷ്, അങ്ങനെ കൊറേ ഇന്നലെ. 2 മാസം മുമ്പേ തുടങ്ങിയാണോ എക്സാം? അയ്യോ അല്ല, ഒരുപാട് ഇന്നലെ ആയല്ലോ. 10 ഇന്നലെ ആയല്ലോ. എത്ര? 7 ഇന്നലെയോ? എനിക്കറിയില്ല. അറിയില്ല സാർ, എന്നോട് ക്ഷമിക്കണം. അതൊന്നും എന്നോട് ചോദിക്കരുത്. ചിലപ്പോ ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പിട്ട അതെനിക്കറിയില്ല സാറേ എന്ന് പറഞ്ഞപ്പോ ഒപ്പത്തില് ലാലേട്ടൻ പറഞ്ഞ പോലെ ഉണ്ട്. ആദ്യം കണ്ടത് രസക്കുട്ടിയുടെ പാട്ട് എനിക്കറിയാം. ഏതാ? മാണിക്യമലരായ പൂവി. ഈ വേഷം കണ്ടപ്പോഴല്ലേ അറിഞ്ഞേ? വേഷം കണ്ടപ്പോഴേ അറിഞ്ഞേ. ഖദീജ ബീവി എന്ന പിന്നെ വേറെ ഏത് പാട്ടായിരിക്കും? ഈ പാട്ടല്ലേ പറ്റൂ? ഖദീജ ബീഗം. ബീവി. ബീവി. ബീവി.
ഉണ്ണിയങ്കളെ ഓ കൊറേ നാള് മുമ്പല്ലേ കണ്ടേ, അതെ. അതുകൊണ്ട് ഉണ്ണിയങ്കളിന് ഒരു ടാസ്ക് തരും, വീട്ടിൽ ചെന്നിട്ട് ചെയ്യണം. ആ. ഏതാന്ന് പറയട്ടെ? ഭാഗ്യം വീട്ടിൽ പോയിട്ട് മതിയല്ലോ. അല്ല, ഇപ്പൊ ഫ്രീ കിട്ടുമ്പോഴും ചെയ്യണം. ശരി പറ. എന്റെ അനിയനും ഞാനും കൂടെ ഉള്ള ഒരു അയലാപുരുഷനകത്ത് എന്റെ അനിയനും ഞാനും കൂടെയാണ്. അതല്ലായിരുന്നു. അതുകൊണ്ട് ഉണ്ണിയങ്കള് വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുക്കുമ്പോ ഉണ്ണിയങ്കൾ അത് കാണണം. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും കണ്ടിരിക്കും. ഇത് മധുവങ്കളിനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ താൻ എന്താടാ ഫോൺ എടുക്കാത്തെ? ഞാൻ കേട്ടില്ലായിരുന്നു സാറേ, കേട്ടില്ലായിരുന്നു. കേക്കാത്തതോ അതോ കേട്ടില്ലെന്ന് നടിക്കാൻ തീരുമാനിച്ചോ? സാറേ എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് സാറേ. ഛേ, എന്റെ വഴി നിന്റെ വഴി അങ്ങനൊന്നുമില്ല, നമ്മുടെ വഴി. കൊള്ളാലോ. തുടരും. Part 2. തെമ്മാടിത്തരങ്ങൾ തുടരും. ഇനി ഞാൻ വിളിച്ചാ മധുവെങ്കിൽ ഫോൺ എടുക്കണേ. എടുക്കും കേട്ടോ? എടുക്കും, എടുത്തിരിക്കും. എംജങ്ങളെ ഓ. അയില്ലേ, ആ പാലാരിവട്ടത്തിന്റെ താഴെയുള്ള ആ മൈ സ്റ്റുഡിയോയിലില്ലേ, മൈ സ്റ്റുഡിയോയിൽ എന്നെയും കൂടെ ഒന്ന് വിളിക്കാവോ സാറേ? ഇടയ്ക്ക് വിളിച്ചാ മതി. ഞാൻ ഇടയ്ക്ക് സാറിന് വിശക്കുമ്പോ ഒക്കെ സ്നാക്സ് എടുത്തു തരാം, ഇടയ്ക്ക് ഒരു വെള്ളമൊക്കെ എടുത്തു തരാം. അപ്പൊ ആളായില്ലേ? അസിസ്റ്റന്റ് അപ്പൊ ആയിട്ട്. എന്നെ അസിസ്റ്റന്റ് ആയിട്ട് കൂട്ടട്ടെ. ആ, എന്നിട്ട് സാറിന് പാട്ടൊക്കെ മറന്നു പോകുമ്പോ ഞാൻ കോറസ് ആയിട്ട് സാറിന്റെ. അല്ല, അങ്ങനെ വേണ്ട, എനിക്ക് വേണ്ടി ട്യൂണുകൾ ഉണ്ടാക്കി തന്നാണ്. പക്ഷെ സാർ അവിടെ കൊണ്ടുപോകണം, ഞാൻ കൊണ്ടുപോവാം. എന്നാലേ പറ്റുള്ളൂ. എന്നിട്ട് ഇനി എന്റെ എല്ലാ ട്യൂൺസും ചെയ്യാൻ പോകുന്നത് ടെസ കുട്ടിയാ. അതെ, താങ്ക് യു. പണി അവിടെ എടുക്കും, പണി അവിടെ എടുക്കും, പേര് ഇവിടെ. പേരുടെ എക്സ്ക്ലൂസീവ്. അങ്ങനെ പറ്റില്ല, രണ്ടുപേരും വേണം. ഇനി നമുക്ക് പാട്ട് പാടണ്ടേ? ആ. നമ്മുടെ മാണിക്യമലയിലോട്ട് തിരിച്ചു പോരാം. 1978 ആ വർഷത്തില് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ഇറങ്ങി, മാണിക്യ മലരായ പൂവി എന്നുള്ളത്. അത് എഴുതിയത് PMA ജബ്ബാർ സാറാണ്. അത് പാടിയത് എരഞ്ഞോളി മൂസക്കായൻ. അപ്പൊ ആ പാട്ടാണ് ഇപ്പോ നമ്മുടെ കുഞ്ഞും പാടാൻ പോകുന്നത്. ശരിയല്ലേ? കറക്റ്റാ. അപ്പൊ പഠിക്കൂ.
മാഷാഅല്ലാ, സുബ്ഹാനല്ലാ. ക്യാ ബാത് ഹൈ, ക്യാ ബാത് ഹൈ. ഖുദ ഹഫീസ്. ഇത് ഉറുദു ആണോ? ഉറുദു. ഉറുദുവോ? ആ. പേർഷ്യൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഭാഷയാ? പേർഷ്യൻ. പേർഷ്യൻ പേർഷ്യൻ കാറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഓ, ഞാൻ പേർഷ്യൻ ക്യാറ്റ് എന്ന് പറയാൻ പോയി. പൂച്ച. ആ, പേർഷ്യൻ കാറ്റ്. ഈ പേർഷ്യ എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടുണ്ടോ? പേർഷ്യ കേട്ടിട്ടില്ല. ആ, അതെവിടെയാണ്? കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. കേട്ടിട്ടില്ല അവളുടെ എക്സ്പ്രഷൻ കണ്ട് നമുക്ക് തിരിച്ചു തോന്നും ഇറാൻ കേട്ടിട്ടില്ല എന്ന്. ഇറാൻ. ഇറാനോ ഇറാഖോ? അത് ആഫ്രിക്കല്ലേ? ഇറാൻ. രണ്ടുപേരും ഡൗട്ടില്ല. ഇറാൻ. മീനുട്ടി പറ. പേർഷ്യ എന്ന് പറഞ്ഞ എവിടെയാണ്? ആഫ്രിക്കയുടെ അടുത്തല്ലേ? അവൾക്കറിയാം. ഇറാൻ. 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 ഇറങ്ങി ഓടിക്കോ. അതെ, ഇറാനാ. പണ്ട് ആര് പറഞ്ഞ ഇറാനാണെന്ന്? പണ്ട് പേർഷ്യ എന്നാണ് പറഞ്ഞിരുന്നത്. ആ. ഇപ്പൊ ഈ അത് പേര് 1001 മാറിയതാ. രാവുകൾ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അറേബ്യൻ നൈറ്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ആ, അത് കേട്ടിട്ടുണ്ട്. അതെന്താ? അറേബ്യന്ന് കേട്ടിട്ടുണ്ട്. അറിയത്തില്ല. അറേബ്യൻ എന്ന് കേട്ടിട്ടുണ്ട്. ഉണ്ട്, അത് കേട്ടിട്ടുണ്ട്. അതെന്താ അറേബ്യൻ നൈറ്റ്സ് അത് പിന്നെ പറയാം. ആണോ? അത് നൈറ്റ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വിവരമുള്ളവർ തമ്മിൽ സംസാരിക്കേണ്ട കാര്യമാണ്. ഞാൻ നമ്മൾ ആ ലെവലിൽ എത്തേണ്ടിയിരിക്കുന്നു. അറേബ്യൻ നൈറ്റ്സ് എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റേൺ ഫോക്ക് ടേൽസ് ആണ്. വല്ലതൊക്കെ ഇടയ്ക്ക് വായിക്കണം കേട്ടോ മീനോട്ടി. ഷുവർ. അച്ഛനെ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ അറേബ്യൻ നൈറ്റ്സ്. രസകൂടി. അപ്പൊ എന്നാ? ഖുദ ഹഫീസ് എന്ന് പറഞ്ഞ, ഖുദ എന്ന് പറഞ്ഞാൽ ഗോഡ്, ഹഫീസ് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ടർ. അപ്പൊ ലെറ്റ് ഗോഡ് പ്രൊട്ടക്ട് യു. എന്നിട്ടേ ആ. ഇന്നലെ 11 മണിക്കാ ഞങ്ങളുടെ കച്ചേരി കഴിഞ്ഞ. കച്ചേരിയാ? ഓ, അരങ്ങേറ്റം. ആ. മധുങ്കൾ വീട്ടിൽ വന്നപ്പോ പറഞ്ഞ അരങ്ങേറ്റം. അതെ, ഇന്നലെ ആയിരുന്നോ? മധുങ്ങൾ വീട്ടിൽ പോയോ? ആ, ഞാൻ വീട്ടിൽ പോയി. എന്താ വിഭവ സമൃദ്ധമായ അതെവിടെയായിരുന്നു? സദ്യയായിരുന്നില്ലേ? അതൊക്കെ എവിടെ, എപ്പോ എവിടെ? ആയിരുന്നു? എല്ലാം കഴിഞ്ഞ ആഴ്ച. മീനോട്ടി ചേച്ചി അത് ഏതാ സ്ഥലം? കേട്ടില്ലേ? അപ്പൊ ഞാൻ പോട്ടെ. ഇവിടെ ഞാൻ പിണങ്ങി. ഞങ്ങളുടെ വീട്ടിലും ഞാൻ അതെങ്ങനെ വരാം. മധുവിനെ മാത്രം വിളിക്കണേ? മധുവങ്കിൾ ഇതിലെ കൂടെ പോവായിരുന്നു. വിളിച്ച പോവായിരുന്നു. അപ്പൊ വിളിച്ചകത്തോട്ട് കയറ്റി. അങ്ങനെ സംഭവിച്ചത്. അതുവഴി പോയപ്പോഴത്തേക്കും പിടിച്ചാത്ത കിട്ടിയോ? ആ. ഇനിയിപ്പൊ ഞാനും അത് വഴി പോവാം. ഇപ്പൊ പിടിച്ചാത്ത കിട്ടും. അതെ. പിടിച്ചായിട്ട് എന്തൊക്കെ കൊടുത്തു മധുവിന്? എന്തൊക്കെ ഐറ്റംസ് ആയിരുന്നു അന്ന് അല്ലേ? എന്തൊക്കെയാ കൊടുത്തേ? ചക്ക. ചക്ക വീട്ടിലേക്ക് തന്നു വിട്ടു. ഒരു ചക്ക. ആ. പിന്നെ ഞാനത് ബാഹുബലിയെ പോലെ പിടിച്ചോണ്ട് പോയി. എന്തൊക്കെയായിരുന്നു മധുവിന്റെ സ്പെഷ്യൽ? ചോറ്, ആ. ചിക്കൻ ഫ്രൈ, ആ. ചിക്കൻ കറി, ആ. ഫിഷ് കറി, ആ. പിന്നെ അപ്പം. ഓ, കൊറേ സാധനങ്ങൾ ആ, ഉണ്ടായിരുന്നു. പിന്നെ വിഭവ സമൃദ്ധമായിരുന്നു. ഫീസ്റ്റ് ആയിരുന്നു. ഫീസ്റ്റ്. അതെ. ഒരു ഫീസ്റ്റ് ആയിരുന്നു. അമ്മയുടെ ടേസ്റ്റ് എപ്പോഴും ഒരുപോലെ ഇരിക്കുള്ളൂ. ആണല്ലേ? ആഹാ. എപ്പഴും. ആഹാ. എന്തുണ്ടെങ്കിലും എപ്പോഴും ഒരുപോലെ ഇരിക്കും. എപ്പോഴും. എപ്പോഴും. ആ. ഞാനേ രാവിലെ എണീറ്റ് വന്നപ്പോ അമ്മ ചോദിക്കുന്നുണ്ട് ഗൂഗിളിനോട്, ആ. ഈസ് മധു പാലകൃഷ്ണൻ ആ. നോൺ വെജ് ഓർ വെജിറ്റേറിയൻ? ഗൂഗിളിനോട് ചോദിച്ചിട്ടാ മനസ്സിലാക്കിയത്. ഓക്കെ. എന്നിട്ട് എന്താ ഗൂഗിള് എന്താ പറഞ്ഞെന്നറിയാമോ? പറഞ്ഞത്? മധുവങ്കിൾ മധു ബാലകൃഷ്ണൻ സാർ ആ. പലയിടങ്ങളിൽ പോയിട്ട് സദ്യ കഴിക്കാറുണ്ട്, ആ. പലയിടങ്ങളിൽ പോയിട്ട് സുഷിയും കഴിക്കാറുണ്ട്. എന്താ? സുഷി. സുഷി ഞാൻ കഴിക്കാറേ ഇല്ല. ഗൂഗിള് ഇത് വെറും നുണ പറയാ ഗൂഗിള്. റോഡ് പരിപാടി കേട്ടോ. അതെ. അപ്പൊ അമ്മ വിചാരിച്ചു നോൺ വെജും വെജും ഉണ്ടെന്ന്. ആണല്ലേ? ആ. അതുകൊണ്ടാണ് രണ്ടും കൂടെ ചിക്കൻ ഫ്രൈ. ഉണ്ടാക്കിയത്. ആ. ഉണ്ണിച്ചേട്ടാ, ഈ കോൺവെർസേഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയാ, ആ ചോദ്യമാണ് ഗൂഗിളിനോട് ചോദിച്ചത്. ഈസ് മധുബാലകൃഷ്ണൻ വെജ് ഓർ നോൺ വെജ്? അന്ത് സിരി പറഞ്ഞു ശരിക്കും അങ്ങനെ ചോദിച്ചോ? അമ്മ അങ്ങനെ ചോദിച്ചോ? അപ്പൊ ഇനി കാണിച്ച്. അടുത്ത പ്രാവശ്യം മെറ്റയോട് ചോദിക്കാൻ പറയാം. അതെ. ഈ ഗൂഗിൾ ഏതായാലും നുണ പറഞ്ഞു. ഇനി മെറ്റ എന്ത് അമ്മ പറയും? ഇത് പറയില്ലെന്ന് പറഞ്ഞതാ. പാട്ടെങ്ങനെ ഉണ്ടായിരുന്നോ? പാട്ട് ഗംഭീരല്ലേ എപ്പോഴും? അടിപൊളിയായിരുന്നില്ലേ? രസന പാട്ട് കാണാനും കേൾക്കാനും ഭയങ്കര സുഖല്ലേ? അതെ, സൂപ്പർ ആയിരുന്നേ. അയ്യോ രസക്കുട്ടി എന്തോ നന്നായിട്ട് പാടി. അയ്യോ ഈ വേഷമൊക്കെ കലക്കിയിട്ട് നല്ല സ്റ്റൈലായിട്ടുണ്ട്. ആ. കൊറേ അങ്കിൾമാര് അറിയുവാ ആ. മാമാട്ടിക്കുട്ടീനെ പോലെ ഉണ്ട്. ആ, ശരിയാട്ടോ. മാമാട്ടിക്കുട്ടിയമ്മയുടെ പോലെയും പിന്നെ ബേബി ശ്യാമിനിയുടെ പോലെയൊക്കെ ഉണ്ട്. ആ. പിന്നെ സ്മാർട്ട് അല്ലേ ആള്? ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് ഞാൻ എന്തായാലും പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് 3 പേർക്കും. താങ്ക് യു. ആ, ഇത് പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്നാ പറയണേ എവിടെ? അല്ലേ? അതെ തലയാട്ടുവാ. തലയാട്ടുന്നുണ്ട് എല്ലാവരും. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. അപ്പൊ സൂപ്പറാണേ. അടിച്ചു പൊളിച്ചു. ചന്ദ്രകുട്ടി താങ്ക് യു. സൂപ്പറാണേ. താങ്ക് യു. ഇനി MJ അങ്കിൾ വീട്ടിലേക്ക് വന്ന എന്തായിരിക്കും
ഗൂഗിളിനോട് ചോദിക്കുക ചേച്ചി. ഈസ് എം ജെ ചന്ദ്രൻ വെജ് ഓർ നോൺ വെജ്? അതൊന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാൽ പോരായിരുന്നു. എന്നിട്ട് അതിനെന്തായിരിക്കും ഗൂഗിൾ ഉത്തരം പറയുന്നത്? അല്ല അത് പണ്ടൊരു ഇന്റർവ്യൂവിന് സാറിനെ പറ്റി കേട്ടിട്ടുണ്ട്. സാറിന് ബിരിയാണി ഒത്തിരി ഇഷ്ടമാണ്. അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ തന്നെ പറയാം, അതായത് ഞാൻ മീറ്റ് ഒന്നും കഴിക്കൂല, ചിക്കനും മട്ടനും ബീഫൊന്നും കഴിക്കൂല. പക്ഷെ തിമിംഗലം ഉൾപ്പെടെയുള്ള മീനുകളെല്ലാം കഴിക്കും. ഉൾപ്പെടെ തിമിംഗലം ഉൾപ്പെടെയാണോ? ആ ഉൾപ്പെടെയുള്ള ഉണ്ണിയങ്കളോ? ഞാനെല്ലാം കഴിക്കും. എല്ലാം കഴിക്കും. ഇഷ്ടമുള്ള ഫുഡ് ഏതാ? എം ജെ അങ്കിൾ ആദ്യം പറ. ബിരിയാണി. ബിരിയാണി കറക്റ്റ് ആയിരുന്നു ചേച്ചി. മധുവങ്കളുടെ ഓൾറെഡി കിട്ടി. ഇനി എനിക്ക് മധുവങ്കളുടെ മധുവിന്റെ കാര്യം ഇനി ചോദിച്ചു പോരുത്. അതെ, ഉണ്ണിയങ്കിൾ എന്നാലും ഇഷ്ടമുള്ള ഫുഡല്ലേ? അത് പറയാം. ദോശ. ഫിഷ്, നല്ല ഫിഷ്, നല്ല ഫിഷ്, നല്ല ഫ്രഷ് ഫിഷ്. അതാണ്, അത് എനിക്ക് ഇഷ്ടമാണ്. എന്റേത് പറയട്ടെ, ഫ്രഞ്ച് ഫ്രൈ. ഫ്രഞ്ച് ഫ്രൈസ്. ഓ ഓക്കെ. ഇനോട്ടി ചേച്ചിയുടെ എനിക്ക് എല്ലാം ഇഷ്ടം. ഓരോ സമയത്ത് ഓരോന്ന്. ഇപ്പൊ എനിക്ക് കപ്പയും മീൻകറി ഇഷ്ടമാണ്. ടെസക്കുട്ടിക്ക് പോരട്ടെ ഒരു മധുര മഴ. കുട്ടി നടക്കാൻ പറ്റൂ ചേച്ചിക്ക്? ആ ശരി, ബൈ, സീ യു, ബൈ. മധുവങ്കൾ, ഓ നമ്മുടെ സീസൺ 5 ആയിരുന്ന സമയത്തെ ആ. ശങ്കരൻ ഇങ്ങനെ വരുമ്പോ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കൂലേ അതെ, അതെ. ഓരോ കഥ കേൾക്കാനായിട്ട്. ഡയലോഗ്സ് ഒക്കെ കേൾക്കാൻ. സിനിമ ഒരു ഫുൾ സിനിമ, അതെ, അതെ, 2.5 അതെ. മണിക്കൂർ സിനിമ കാണാനായിട്ട്. അതെ അതെ. അതുപോലെ നമ്മുടെ ശങ്കരൻ കുട്ടി വീണ്ടും എത്താൻ പോവാണ് ശങ്കരൻകുട്ടി? സിംഗറിലേക്ക്. യെസ്, ഓക്കെ ഓക്കെ. സീസൺ 5ന്റെ നമ്മുടെ വിന്നർ ആണ്. ഇപ്പൊ സീസൺ 6 നമ്മുടെ മൈഥിലി കുട്ടിയുടെ കൂടെ ഡ്യുവറ്റ് സോങ് പാടാനായിട്ട് എത്താൻ പോവാണ്. വിളിച്ചാലോ രണ്ടുപേരെയും? തീർച്ചയായിട്ടും. So let's welcome ശങ്കരൻ and മൈഥിലി on stage. മൈഥിലി വാ പാട്ട് പഠിക്കാം. മൈഥിലി വാ പാട്ട് പഠിക്കാം. പ്രാക്ടീസ് ചെയ്താലേ നല്ല മാർക്ക് കിട്ടുള്ളൂ. മൈഥിലി വാ പാട്ട് പഠിക്കാം. അയ്യോ, മൈഥിലി പാട്ട് പഠിക്കണ്ടേ? പഠിക്കാം. പൊന്നുഷസെന്നും നീരാടുവാൻ വരുമേ. വെള്ളം കുടിച്ചോണ്ടിരിക്കണോ? പാട്ട് പഠിക്കണ്ടേ? പാട്ട് പഠിക്കണ്ടേ? എടാ, ഒരു 19 വട്ടം പ്രാക്ടീസ് ചെയ്തില്ലേ, അത് പോരെ? പോരാ പോരാ, സ്റ്റേജിൽ പോകുന്നവരെ പ്രാക്ടീസ് ചെയ്യണം. അതെ, ടെൻഷനൊന്നും വേണ്ട കേട്ടോ. എനിക്ക് ടെൻഷനൊന്നുമില്ല. കുറച്ച് ടെൻഷൻ വേണം. എന്തിന്? ടെൻഷനല്ലേ, ചുമ്മാ ഇരിക്കട്ടെ. അതെന്താ പാടാത്ത? പൊന്നുഷസെന്നും. മൈഥിലി ഹലോ. ഹായ്. ഹായ് ശങ്കര. ഹായ് മൈഥിലി കുട്ടി. ഹായ്. നമാമി ശിവശങ്കരം. എന്താണ് വിശേഷം? ഞാൻ സ്വീറ്റ്സ് ഒക്കെ കൊണ്ടുവന്നായിരുന്നു. ആ, അത് കിട്ടിയത്? അത് കിട്ടിയല്ലോ, തന്നല്ലോ. തന്നു നമുക്ക്. പുതിയ ഡയലോഗ് വല്ലതും ഉണ്ടോ? പഠിച്ചിട്ടുണ്ടോ? പ്രാവശ്യമൊന്നുമില്ല. ഇല്ല അല്ലേ? ആ എനിക്ക് തോന്നുന്നത് ശിവശങ്കറിന് നമ്മുടെ മൈഥിലി കുഞ്ഞിനെക്കാളും കൂടുതൽ നാണമുണ്ടെന്ന് തോന്നുന്നു. ആ ശരിയാണോ? ശരിയാണോ? അതെ. കുഞ്ഞിനോട് സംസാരിക്കുന്നത് എല്ലാവരും കൊണ്ടാണോ? ഒറ്റ പാടുമ്പോ എല്ലാരും ഇതന്നെയാ പറയുന്നത്. ആദ്യം ഞാൻ സീസൺ 5 പാർവണ ചേച്ചിയുടെ കൂടെ പാടിയപ്പോ ഇതന്നെയാ ഇതന്നെ പറഞ്ഞത്. പറഞ്ഞല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് അനശ്വര ചേച്ചിയുടെ കൂടെ തീരം തേടുമോളം പാടിയപ്പോ വീണ്ടും ഇതന്നെ പറഞ്ഞു. പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആൻ ബെൻസൺ ചേച്ചിയുടെ കൂടെ സീനിയേഴ്സ് ഡ്യൂറ്റ് ഓടിപ്പോ അത് ആ സമയത്ത് ഇത് തന്നെയാ പറഞ്ഞത്. ഇത് തന്നെ പറയണം. ഈ നാണം പോകുന്നില്ല അല്ലേ? എന്താ, താങ്ക് യു ഫോർ ദി ബോംബെ സ്വീറ്റ്സ്. അതെ, നന്നായിരുന്നു. അടിപൊളി അടിപൊളി. Yes. ഭയങ്കര സ്വീറ്റ് ആണ് കേട്ടോ നമ്മുടെ ശങ്കരൻ. അതെ. കാണുന്ന പോലല്ല. മൈഥിലി കുഞ്ഞെ എങ്ങനെ ഉണ്ടായിരുന്നു റിഹേഴ്സലൊക്കെ? അത് ഞങ്ങളിങ്ങനെ ശങ്കരനുമായിട്ട് റിലേറ്റഡ്. ഞങ്ങള് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ സാമില്ലേ, ആ, സാം അതിന്റെ ഇടയ്ക്ക് കയറി വന്ന് ഓരോ കോപ്രായങ്ങൾ കാണിച്ചു. സാം സോണിയ. സാംസോണി. ആ. അപ്പോ ഞാൻ ചിരിക്കാൻ തുടങ്ങി, അത് കണ്ട് ശങ്കരനെ ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ എന്നിട്ട് പ്രാക്ടീസ് ഫുള്ള് ചിരിയായിരുന്നു. ആഹാ. ചിരി എങ്ങനെയാ നിർത്തുന്നതെന്ന് ജെമിനയോട് വരെ ചോദിക്കേണ്ട അവസ്ഥയായിരുന്നു. അതുപോലെ ചിരിയായിരുന്നു. അത് ശരി. ജെമിനി എന്ന് അയ്യോ, പറഞ്ഞു. എന്തൊരവസ്ഥയല്ലേ ജീവിതത്തിൽ തരണം ചെയ്യേണ്ടി വരുന്നത്. ജമിനായി മെഡിറ്റേറ്റ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ചിരി നിൽക്കുന്നു മെഡിറ്റേറ്റ് പറഞ്ഞോ? ചെയ്യാനൊന്നും സമയമില്ലെന്ന്. സാം എന്താ കാണിച്ചത് അല്ലേ? സാം മാത്രമല്ല, എന്റെ പുറകില് സാം, ദേവതീർത്ത്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ജഗത്തും വന്നു. ഒരു കൂട്ടം ആഹാ. ആൾക്കാരുണ്ടായിരുന്നു. ഓ അത് ശരി. ആഹാ. ഇന്ന് രണ്ടുപേരും കൂടെ എന്തിനുള്ള പുറപ്പാടാണെന്ന് എനിക്കറിയാം. വൺ ഓഫ് മൈ വെരി ഫേവറേറ്റ് സോങ്സ് കേട്ടോ.
ആണോ? ആ കാരണം രമേഷ് നാരായണൻ അദ്ദേഹം ചെയ്ത പാട്ടുകൾ ഒരുപാട് പാട്ടുകൾ ഉണ്ട്. അതിൽ ചിലത് എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ദ സോങ് എന്ന് പറയുന്നതാണ്. ഒരു കോംപ്ലക്സ് ട്യൂൺ. പക്ഷെ ആ സിനിമയിൽ ഈ പാട്ട് വരുമ്പോഴുണ്ടല്ലോ, അത് ഒരു പ്രത്യേകമായിട്ട് നമുക്ക് ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു അനുഭവമാണ്. അതെ, ഞാൻ പറയില്ലേ, ഹൊറിപ്പിലേഷൻ എന്ന് പറയില്ലേ, അത് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ രോമാഞ്ച കുട്മളം ഉണ്ടാവുന്ന ഒരു പാട്ടാണ്. അതാണ്. അപ്പൊ അത് പൊന്നുഷസ് എന്നും നീരാടുവാൻ വരുമീ സൗന്ദര്യ തീർത്ഥക്കടലിൽ ONV സാർ എഴുതിയിരിക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടമുള്ള 2 വരികളുണ്ട്. ചിരബന്ധുരമീ സ്നേഹബന്ധം നമ്മെ തിരിച്ചറിഞ്ഞെന്നോ, ചിരബന്ധുരമീ സ്നേഹബന്ധം. സൂപ്പർ അല്ലേ മീനുട്ടാ? ജന്മങ്ങൾക്കപ്പുറത്തെങ്ങോ ഒരു ചമ്പകം പൂക്കും സുഗന്ധം. ആഹാ, ഏറ്റവും പ്രണയത്തിന്റെ ഏറ്റവും വിശാലമായ. അത് ONV സാർ പറയുന്ന മാതിരി ഒന്ന് പറയൂ. നമ്മെ തിരിച്ചറിഞ്ഞെന്നോ, ചിരബന്ധുരമീ സ്നേഹബന്ധം. അപ്പൊ അദ്ദേഹം പറയുമ്പോഴത്തേക്ക് അദ്ദേഹം എന്നെ വിളിക്കുന്നത് ജയശ്ചന്ദ്രൻ. ജയശ്ചന്ദ്രൻ പാട്ട് എന്തായി എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും സർ നോക്കി നോക്കിയിട്ട് വന്ന് പാടി കേൾപ്പിക്കൂ. അപ്പോ ജന്മങ്ങൾക്കപ്പുറത്തെങ്ങോ ഒരു ചമ്പകം പൂക്കും സുഗന്ധം. അപ്പൊ ഈ പാട്ടിലേക്ക് നമുക്ക് കിടക്കാം. മേഘമൽഹാർ എന്ന് പറഞ്ഞ സിനിമയാണ്, പ്രിയപ്പെട്ട കമൽ സാറിന്റെ സിനിമയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കഥാതന്തുവാണ്, പ്രത്യേകിച്ചും പ്രണയമായതുകൊണ്ട്. ഈ പ്രണയം എന്ന് പറയുന്ന ഒരു അനുഭവം തീർച്ചയായിട്ടും അതെങ്ങനെയാണെന്നുള്ള ആ സിനിമയിൽ ലോകം തന്നെ ഓർണതില്ലല്ലേ. അതന്നെ. അപ്പൊ അപ്പൊ അങ്ങനെ ലോകം ഓടിക്കൊണ്ടിരിക്കുന്ന ആ പ്രണയത്തിന്റെ ഒരു സൗന്ദര്യമാർന്ന ഒരു ലഹരിയാണ് ഈ പാട്ട്. അപ്പൊ ആ പാട്ടിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ?
വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് നൈസ് നൈസ്. രണ്ടുപേരും നന്നായിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു നിങ്ങൾ ചേർന്ന് ഒരുമിച്ച് പാടുന്ന കേൾക്കാനും അത് കാണാനും. കാരണം നല്ല മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സാണ് അല്ലേ? അതും ഒരു ചെറിയ പിങ്ക് അല്ലേ? അതെ 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 മാച്ചിങ്. ആ മാച്ചിങ്. അതുപോലെ തന്നെ പാട്ടും എങ്ങനെയായിരുന്നു കേട്ടോ, നന്നായിരുന്നു. അതില് ചില ഭാഗങ്ങളൊക്കെ വളരെ വളരെ സൂപ്പറായിട്ട് പാടി. പ്രത്യേകിച്ച് സൗന്ദര്യ തീർത്ഥക്കടവിൽ അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത് കേട്ടോ, അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു സംഗതി ഉണ്ടല്ലോ അനുപല്ലവിയില് ചരണത്തിലും മൈഥിലിക്കുട്ടി പാടിയ ഒരു സംഗതി ഉണ്ടല്ലോ, പൂമ്പുലർക്കണി പോലെതോ പേരറിയാ പൂക്കൾ. ആഹാ ആഹാ വെരി നൈസ്. നമ്മെ തിരിച്ചറിഞ്ഞെന്നോ അതൊന്ന് കേക്കട്ടെ. നമ്മെ തിരിച്ചറിഞ്ഞെന്നോ അത് ടേക്കില് കുറച്ച് ചേരാനുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ രണ്ടാമത് പാടിയപ്പോ കറക്റ്റ് ആയേ. പിന്നെ എനിക്ക് തോന്നുന്നത് പേര് കേറി വരച്ചു ഞാൻ, അത് അങ്ങനെയാ. നിൻ പേര് കോറി വരച്ചു ഞാൻ. ആ ലൈനും കുറച്ചൊന്ന് പെർഫെക്ഷൻ വേണം തോന്നി കേട്ടോ. ശംഖു കോർത്തൊരു മാലതിന് ആ ഭാഗങ്ങളൊക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ വളരെ നന്നായിട്ട് സൂപ്പറായിട്ട് പാടി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഹാ എന്ന് പറയാൻ സമയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അനുപല്ലവി കഴിഞ്ഞിട്ട് വന്ന തീർത്ഥക്കടവിൽ അത് സസ്റ്റെയിൻ നേരത്തെ കട്ട് ചെയ്തു മൈഥിലിക്കുട്ടി. സാറേ പാട്ടില് ചിത്രാമ്മ നേരത്തെ നിർത്തിയ, അതുകൊണ്ടാണ് നിർത്തിയത്. അത് കുറച്ചും കൂടി സസ്റ്റെയിൻ ചെയ്തു, കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മുടെ ശിവശങ്കരൻ കുറച്ചും കൂടി സസ്റ്റെയിൻ ചെയ്തിരുന്നു. അതിന്റെ ഒപ്പം തന്നെ മാച്ച് ചെയ്ത് നിർത്തിയാൽ നല്ലതാണ് കേട്ടോ. വർണ്ണപ്പൊട്ടുകൾ തേടി നാം വന്നു ഫസ്റ്റ് പല്ലവിയിലാണെന്ന് തോന്നുന്നത് കേട്ടോ. അതും കുറച്ചൊന്ന് ക്ലാരിറ്റി വേണം തോന്നി. ബാക്കി എല്ലാ ഭാഗങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല മിടുക്കിയായിട്ട് പാടി, ശിവശങ്കരൻ മിടുക്കനായിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു. അതെനിക്ക് തോന്നി. എനിക്കും ജലദോഷമായിരുന്നു. അതെനിക്ക് രണ്ടുപേർക്ക് എന്തോ ഒരു ചെറിയ അസ്ക്യത ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ചില പാട്ടുകളൊക്കെ ജലദോഷം ഉള്ളപ്പോൾ പാടാൻ നല്ലതാ, കൂടുതൽ സ്വീറ്റ്. അതെ, ചില പാട്ടുകൾക്ക് അത് മാച്ച് ചെയ്യും. ഞാൻ ഒരു സീരിയൽ ടൈറ്റിൽ ഭയങ്കര ജലദോഷം ഉള്ളപ്പോൾ പാടിയതാ. ഞാൻ ആദ്യമായിട്ടാണ് ലൈവ് കാണുന്നത് മോന്റെ. നല്ല ഫോക്കസ് ആ പാട്ട് പാടുന്ന സമയത്ത് വളരെ വളരെ ശ്രദ്ധിച്ചാണ് ക്ലീൻ ആയി പാടണം എന്നുള്ള ഒരു ചിന്ത. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഓക്കെ, ഏത് ക്ലാസ്സിലെ മോൻ? ഇപ്പൊ ഞാൻ 6ാം ക്ലാസ്സിലേക്ക് പോകുന്നു. എക്സാം കഴിഞ്ഞു 5-ല്. ഓ ഗുഡ്, വെരി ഗുഡ്. കാരണം ഇങ്ങനത്തെ ഒരു ട്യൂൺ എടുത്ത് പാടണമെങ്കിൽ യു ഷുഡ് ബി വെരി കോമ്പിറ്റന്റ്. ലൈക്ക് മൈഥിലി നല്ല കോമ്പിനേഷൻ വിത്ത് ശിവശങ്കർ. മൈഥിലി പിന്നെ പ്രൂവൺ ആണ് ഇവിടെ. നല്ല എന്താ പറയാ, ഒരു കോമ്പിറ്റന്റ് കോntestant ആണ് അല്ലേ? എല്ലാ വോയിസിന്റെ എല്ലാ രജിസ്റ്റേഴ്സും ഉണ്ട്, ബേസ് ഉണ്ട്, ടോപ്പിൽ നല്ല മാക്സിമം പോകുന്നുണ്ട്. സോ ഓൾ ദ രജിസ്റ്റേഴ്സ് വെർ വെരി ഗുഡ്. നന്നായി പാടി മോളെ. ഓക്കെ, എപ്പോഴും ഇങ്ങനത്തെ പാട്ട് പാടുന്ന സമയത്ത് ചിലപ്പോ സ്ലൈറ്റ് പിച്ചിങ് പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊക്കെ വളരെ നല്ല സ്മാർട്ടായിട്ട് മാനേജ് ചെയ്തു പോകണം. വെരി ഗുഡ്. ഇറ്റ് വാസ് നല്ല സുഖമായിരുന്നു കേൾക്കാൻ. ആ പാട്ടിനും ഒരു ബൈ ഡിഫോൾട്ട് ആ പാട്ടിലൊരു സംഭവം ഉണ്ട്, എന്തോ ഒരു സുഖം അല്ലേ? നമ്മൾ സൈലന്റ് ആയിട്ട് കേട്ടിരുന്ന് പോകുന്ന ഒരു സംഭവം ഉണ്ട് ആ പാട്ടിൽ. സോ യു എക്സിക്യൂട്ടഡ് ഇറ്റ് വെരി വെൽ. താങ്ക് യു, ഗുഡ് ലക്ക്. മിനുടാ, ഞാൻ ആലോചിക്കായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്കെ അവർക്ക് ജലദോഷ് കാലം, ഈ പാട്ടിൽ പ്രണയകാലം. കോൺട്രഡിക്ഷൻ. രണ്ടുപോലെ രണ്ട് വഴിക്ക് പോകുന്നു, 180 ഡിഗ്രീസ് ഓപ്പോസിറ്റ് ആയിട്ട് പോകുന്നു. പക്ഷെ എന്നാലും ഈ ജലദോഷ് കാലമാണെങ്കിലും അതിൽ നിർദോഷ് ആയിട്ട് പാടാനും അതൊരു സുഖ് തരാനും ഉള്ള ഒരു രീതി ഉണ്ടായിരുന്നു കേട്ടോ. ആ സുഖ് ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളാൻ ആഗ്രഹിക്കുകയാണ്. ശിവശങ്കര, ഈ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 5 ആരുടെ പേരാണ് കോറി വരച്ചിട്ടിരിക്കുന്നത്? അങ്ങനെ ആരുടെ പേര് കോറി വരച്ചിട്ടില്ല. The one and only ശിവശങ്കർ കൃഷ്ണൻ അല്ലേ? അവൻ ഏതോ കോറി വരച്ച ആളെ ആലോചിക്കും. ടോപ്പ് സിംഗറിന്റെ ടൈറ്റിൽ വിൻ ചെയ്തിട്ടുള്ള ആളാണ് നമ്മുടെ ശിവശങ്കർ. ഏത് പാട്ടായിരുന്നു അന്ന് പാടിയത്? നക്ഷത്ര ദീപങ്ങൾ, നവരാത്രി മണ്ഡപം, മൃദംഗത്തിൽ പാലക്കാട്ട് മണിയർ അല്ലേ? വയലിനിൽ ചൗടയ്യ ഖ്യാതി നേടി. ഭയങ്കര ഫോളോവേഴ്സ് ആണല്ലേ? ഒരുപാട് ഫാൻസ് ഉണ്ടോ? ആണോ? എല്ലാവരും വിളിക്കാറുണ്ടോ? പിന്നെ വേറൊരു എന്താ പറയുക, എനിക്ക് അന്വേഷണം പറയാറുണ്ടായിരുന്നു. അതായത് എന്റെ വലിയൊരു ഫാനാണ്. അന്വേഷണം? ഫിലിപ്പ് അങ്കിൾ. അപ്പൊ അവരെന്നും എന്റെ പാട്ട് കേൾക്കാറുണ്ടായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഈ സീസണും ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് അപ്പൊ കുറച്ച് വയ്യായ്മ ഉണ്ടായിരുന്നു കിഡ്നിയുടെ റിലേറ്റഡ് ആയിട്ട്. അപ്പൊ അവർക്ക് അന്വേഷണം
ഓക്കെ, അവർക്കുള്ള അങ്കിളിന് നമ്മുടെ അന്വേഷണം. അന്വേഷണമുണ്ട്, അതുപോലെ ആരോഗ്യം അത് നന്നായിട്ട് വരാനായിട്ട് തീർച്ചയായിട്ടും അതെ അല്ലേ? അതെ. മൈത്രി കുഞ്ഞ് പിന്നെ പാടിയതായിരിക്കുമല്ലോ. അതെ. ഇതിലൊരുപാട് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സോങ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പാടിയ ഭാഗം. അത് വളരെ ഒരു ഹാർമോണിയസ് ആയിരുന്നു കേട്ടോ. അത് മാത്രമല്ല, അതിന് ഭയങ്കര എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ച് പാടുമ്പോൾ അത്തരം എക്സ്പ്രഷൻസ് ഒരു ലൈവ് സ്റ്റേജിൽ വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത് രണ്ടുപേരും കൂടെ ഒന്നായിട്ട് പാടിയതുകൊണ്ടാണ് കേട്ടോ, രണ്ടായിട്ട് പാടിയതുകൊണ്ടല്ല. എപ്പോഴും ഡ്യുവറ്റ് പാടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷെയറിംഗ് ആണ്. അത്രയ്ക്കും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടല്ലേ? അത്രയ്ക്ക് പ്രാക്ടീസ് അല്ലേ? സോ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്, അത് സംശയമില്ല. പിന്നെ ഈ രാഗത്തിൻ്റെതായിട്ടുള്ള കുറെ ഛായകൾ വരുന്ന അത് പിന്നെ പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. അത് കുറച്ചും കൂടെ നന്നാവും. അപ്പൊ സൗന്ദര്യ എന്നുള്ളത് മോള് പാടിയില്ലേ, ആ സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിലും അത് കൃത്യം ശ്രുതിയിൽ എത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ അവിടെ എത്തിയില്ല എന്ന് പറഞ്ഞ പോലെ അത് വന്നോണ്ടിരുന്നു കേട്ടാ. അപ്പൊ അത് എങ്ങനെയാണ് സൗന്ദര്യതീർത്ഥ അങ്ങനെ കുറച്ചും കൂടെ ലാസ്യത്തിൽ, കുറച്ചുകൂടെ സ്ലോ, കടവിൽ അതിങ്ങനെ ഒഴുകി വരാനാണ്, കുറച്ചുകൂടെ സ്ലോ ആയിട്ട്. ഇതെല്ലാം നമ്മൾ ആ രാഗത്തിന്റെ ധ്വനിയായിട്ട് കാണുമ്പോഴത്തേക്കും കുറച്ചും ഈസി ആയിട്ട് പാടാൻ പറ്റും. അപ്പൊ ആ രാഗം ഒക്കെ വരുന്നേ ഉള്ളൂ, വരെ പോറേ അതല്ല. അപ്പൊ ഇത് ബിഗിനിങ് താനേ. അപ്പൊ ബിഗിനിങ്ങിൽ இந்த மாதிரி പാടണമെന്നാ അത് ரொம்ப ബ്യൂട്ടിഫുൾ അല്ല? തീർച്ചയായിട്ടും അതെ. അതാണ് മൈഥിലിയുടെ ഇന്നത്തെ പാട്ടിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ആ ഒരു ഡിഗ്രി ഓഫ് മെച്യൂരിറ്റി നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ്. അത് സന്തോഷ് ട്രോഫി തന്നെയാണ്, ഒരു സംശയമില്ല കേട്ടോ. അപ്പൊ രണ്ടുപേരും കാണാനും ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതെ അതെ. ശങ്കരന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നാണം വരുന്നുണ്ട്. അങ്ങോട്ട് മൈഥിലി നോക്കാൻ പോലും നാണം. ഞങ്ങള് പ്രാക്ടീസിന്റെ സമയത്ത് ഇങ്ങനെ നോക്കി പാടാ, ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ തന്നെ നിൽക്കും. അത് മാത്രമല്ല, റിഹേഴ്സലിൽ തന്നെ മൈഥിലി കുഞ്ഞ് നമ്മുടെ രാകേഷിനോട് പറഞ്ഞു, ഒന്ന് ശങ്കരൻ്റെ അടുത്ത് എന്നെ ഒന്ന് നോക്കാൻ. ശങ്കര ഇൻസ്പയർ ചെയ്യണ്ടേ, വാട്ട് ഇസ് ദിസ് ശങ്കരൻ അല്ലേ? അപ്പൊ അതൊക്കെയാണ് കഥ. ഓക്കെ, സ്ക്രിപ്റ്റ് നന്നായിരുന്നു, അത് നന്നായിട്ട് ഫിലിം ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. അവസാന സിനിമ കണ്ടപ്പോഴും അത് രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടെ എഡിറ്റ് ചെയ്ത് വൃത്തിയാക്കി ശ്രുതിയിൽ ചേർക്കാം എന്ന് തോന്നുന്നു. മൈഥിലിക്കുട്ടി, എന്തോ വളരെ സന്തോഷത്തോടു കൂടി ഈ ശിവശങ്കറിന്റെ കൂടെ പാടിയ ഈ പാട്ടിന് ഞങ്ങൾ മൂന്നാളും കൂടി 98 marks out of 100. താങ്ക് യു. ഹാപ്പി? രണ്ടുപേരും ഹാപ്പി അല്ലേ? ഇനിയും കൂടുതൽ മാർക്ക് നമുക്ക് വാങ്ങണം മൈഥിലിക്കുട്ടി. ആൻഡ് ശങ്കര, ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ. താങ്ക് യു. ഓക്കെ, ബൈ.